Hey everyone, welcome to my channel, The English Farm. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിരുന്നില്ല ചില സൗകര്യങ്ങൾ കാരണം. അപ്പോൾ ഇനി നമ്മൾ പുതിയ ടോപ്പിക്സായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് ഹാസ് ബീൻ, ഹാവ് ബീൻ ആൻഡ് ഹാഡ് ബീൻ. ഈ ഫ്രേസസ് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കോൺവെർസേഷനിലും നമ്മളെ റൈറ്റിങ്സിലും കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ, അതായത് ദിവസങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കാണിക്കാനാണ് നമ്മൾ ഹാസ് ബീൻ ആൻഡ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എവിടെ ഹാസ് ബീൻ ഉപയോഗിക്കണം, എവിടെ ഹാവ് ബീൻ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സെൻറ്റൻസിലൂടെ ത്രൂ എക്സാമ്പിൾ ലെറ്റ്സ് ലുക്ക് ഇറ്റ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡൽഹിയിലൊക്കെ നമുക്കറിയാം അല്ലേ, കർഷകരുടെ സമയം. അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിലാണുള്ളത്. അപ്പോൾ അവർ ദിവസങ്ങളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. അത് നമുക്ക് എങ്ങനെ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ഉപയോഗിച്ച് പറയാമെന്ന് നോക്കാം. The farmers have been protesting for their rights since the parliament passed the 3 farm bills. The farmers have been protesting for their rights since the parliament passed the 3 farm bills. അതായത് പാർലമെൻറ്റ് 3 ബില്ല് പാസ്സാക്കിയത് മുതൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ദ ഫാമേഴ്സ്, അതുകൊണ്ടാണ് ദ ഫാമേഴ്സ് ആയതുകൊണ്ടാണ് ഹാവ് ബീൻ ഉപയോഗിച്ചത്. അതായത് ദ ഫാമേഴ്സ് എന്നുള്ളത് ഇറ്റ്സ് എ പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് വി യൂസ് ഹാവ് ബീൻ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് നമ്മൾ ഹാസ് ബീൻ ഉപയോഗിച്ചില്ല എന്നുള്ളത് സംശയം തോന്നാം അല്ലേ. അപ്പോൾ അതിന് ചില റൂൾസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ഐ, വി, യു, ദേ ആൻഡ് എനി അതർ പ്ലൂറൽ ഫോം വി ഹാവ് ടു യൂസ് ഹാവ് ബീൻ. ഇനി മറ്റൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ ഫോർ എ ഡെക്കേഡ്. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്, നമ്മൾ ഉപയോഗിച്ചു ഹാവ് ബീൻ. അപ്പോൾ ഐ എന്നുള്ളത് സിംഗുലർ ആണെങ്കിലും ആസ് പെർ ദ റൂൾ വി യൂസ് ഹാവ് ബീൻ. അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് എടുക്കാം അല്ലേ. ഇനി നമുക്ക് ഹാസ് ബീൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ, കൊറോണ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളും ഗവൺമെൻറ്റും ഒക്കെ അതിനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാനുള്ള വലിയ എഫേർട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് കേരള ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം? കേരള ഗവൺമെൻറ് ഹാസ് ബീൻ വർക്കിംഗ് റിലൻറ്റ്ലെസ്ലി ടു കീപ് ദ സ്പ്രെഡ് ഓഫ് കൊറോണ അണ്ടർ കൺട്രോൾ. ഇവിടെ നമ്മൾ പറഞ്ഞത് കേരള ഗവൺമെൻറ് ഹാസ് ബീൻ വർക്കിംഗ്, അതായത് ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പാസ്റ്റിൽ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. അത്തരം ഒരു ആക്ടിവിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഒരു ഹാസ് ബീൻ ആണ് ഉപയോഗിച്ചത്, കാരണം ഗവൺമെൻറ് ആസ് എ സിംഗുലർ ഫോം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ. ഷീ ഹാസ് ബീൻ പെയിൻറ്റിങ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് സിൻസ് ദ വെക്കേഷൻ. അപ്പോൾ ഷീ ഈസ് എ സിംഗുലർ ഫോം, സോ വി യൂസ്ഡ് has been painting. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ഹി, ഷീ, ഇറ്റ് ഓർ എനി സിംഗുലർ ഫോം വി യൂസ് ഹാസ് ബീൻ. അപ്പോൾ ഈ റൂളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഹാഡ് ബീൻ എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു ഇർഫാൻ ഖാൻ അല്ലേ. അദ്ദേഹം വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ എങ്ങനെ നോക്കാം. ഇർഫാൻ ഖാൻ, ദ എമിനൻറ്റ് ആക്ടർ, ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഫോർ 30 years. ഇർഫാൻ ഖാൻ, ദ എമിനൻറ്റ് ആക്ടർ, ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഫോർ 30 years. ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി വി നോ ദാറ്റ് ഹി ഈസ് നോ മോർ അല്ലേ. അപ്പോൾ അത്തരം ഒരു ആക്ഷനെ കുറിച്ച്, മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് തുടരുന്നില്ല. അത്തരം ഒരു ആക്ഷനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിക്കുന്നത്. ഇനി
രണ്ടിലും അതായത് സിംഗുലർ ഫോമിലും പ്ലൂറൽ ഫോമിലും പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത് ഹാഡ് ബീൻ തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ യൂസേജ് ഓഫ് ഹാസ് ബീൻ, ഹാവ് ബീൻ ആൻഡ് ഹാഡ് ബീൻ. ഇനി മറ്റൊരു യൂസേജാണ് പാസീവ് സെൻറ്റൻസസിൽ നമ്മൾ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷി ഹാസ് ഡെലിവേർഡ് ദ ലെറ്റേഴ്സ്. അതൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. അത് നമുക്ക് എങ്ങനെ പാസീവ് ആക്കാം? ദ ലെറ്റേഴ്സ് ഹാവ് ബീൻ ഡെലിവേർഡ്. ദ ലെറ്റേഴ്സ് ഹാവ് ബീൻ ഡെലിവേർഡ്. കാരണം ദ ലെറ്റേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ഫോമാണ്. സോ വി യൂസ്ഡ് ഹാവ് ബീൻ. ഈ ഫ്രേസിൻ്റെ മറ്റൊരു ഉപയോഗം വരുന്നതാണ് നമ്മളൊരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക എന്നത് പറയാനായിട്ട് നമ്മൾ ഈ ഫോം ഉപയോഗിക്കാറുണ്ട്. അതിന് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഹാവ് യു എവർ ബീൻ ടു എ പ്ലേസ്? അപ്പോൾ നമുക്ക് ചോദിക്കാം, ഹാവ് യു എവർ ബീൻ ടു കാശ്മീർ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ എവർ ബീൻ എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചത്, ഹാവ് യു എവർ ബീൻ എന്ന് ഉപയോഗിച്ചത് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് പകരമായിട്ടാണ്. ഇനി നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ ടു ഡൽഹി 5 times. അപ്പോൾ നമ്മളവിടെ പോയിട്ടുണ്ട് എന്ന് പറയാനാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഹാസ് ബീൻ, ഹാവ് ബീൻ ആൻഡ് ഹാഡ് ബീൻ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ റൈറ്റിങ്സിലും നിങ്ങളെ കോൺവെർസേഷൻസിലൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ടൈം.